ഇപ്പോൾ സപ്പോർട്ടിംഗ് ആക്ട്രസ് ആണ്, മലയാള സിനിമയിൽ ഒരു സപ്പോർട്ടിംഗ് ആക്ട്രസ് ആണ്. അപ്പൊ എന്നെ പോലൊരാള് ഇത്തരം ഒരു വലിയ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അതിനെ വലിയ ആൾക്കാർ എങ്ങനെ കാണും എന്നതുള്ള എനിക്കൊരു ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. അതാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല ടെൻഷനുണ്ട്, എൻ്റെ മുഖത്ത് അതുണ്ടല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി എന്താ പറയുക, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. ഞാൻ അതിൽ വളരെയധികം സന്തോഷവതിയാണ്. അപ്പോൾ അവർക്ക് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എന്നിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. ഞാൻ ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ നിലപാടുകളൊക്കെ നല്ലതായിരിക്കുമെന്നും അഭിപ്രായമൊക്കെ വ്യക്തമായിട്ട് പറയുമെന്നും ഒക്കെ ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ചിന്തകളൊന്നും തെറ്റായിരുന്നില്ല എന്ന് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കും. ഒരുപാട് സ്ത്രീകൾ കീ പോസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു പ്രത്യേക ഊർജ്ജമാണ്. വ്യത്യാസമില്ലെന്നറിയാം, പക്ഷേ ഒരു മാറ്റമാണല്ലോ. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും മീഡിയ അറ്റൻഷനും ജനങ്ങളും ഒക്കെ ഇനി ഇത്രയും സ്ത്രീകൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇവരിത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടാവും അല്ലേ. അപ്പം അത് പരിഹരിച്ചു കൊടുക്കുക. മറ്റു മുൻകാലങ്ങളിൽ ഇരുന്നവർ എന്ത് ചെയ്തോ അത്രയും എങ്കിലും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സായിട്ട് ശ്രമിക്കും. വിവാദങ്ങൾക്ക് ശേഷമാണ് അമ്മ കഴിഞ്ഞ തവണത്തെ ഭരണസമിതി പിരിച്ചുവിടുകയും സോറി കേട്ടില്ല, ഒന്നും പറയാമോ? ശേഷമാണ് അമ്മ ഭരണസമിതി മുൻപ് ഭരണസമിതി പിരിച്ചുവിടുകയും കമ്മിറ്റി വരികയും ചെയ്തു. അടിയന്തരമായി ഇപ്പൊ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് അതിലേക്ക് തന്നെയാണ് ഈ പോസ്റ്റ് ഉൾപ്പെടെ വനിതകളുടെ ഒരു വലിയ പ്രാതിനിധ്യം. ഈ പറഞ്ഞ റിസർവേഷൻ അങ്ങനെ ഒരു മോഡലല്ല വന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി കേൾക്കുന്ന പ്രശ്നങ്ങൾ അവരവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അതായത് വിവാദങ്ങൾ എന്ന് പറയുന്നത് എന്നും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ അതിനെ അഭിമുഖീകരിക്കുക, അതിനെ ഇപ്പം നമ്മളൊരു ഇലക്ഷനെ അഭിമുഖീകരിച്ചതുപോലെ നമ്മളിതിനെ നന്നായിട്ട് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് അവിടെ തോറ്റുപോയിട്ട് അല്ലെങ്കിൽ അഭിപ്രായം ഇല്ലാതെ രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.